വളരെ ഈസി ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മാങ്ങയിട്ട ഒരു മീൻകറി തയ്യാറാക്കിയാലോ? ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സബോള എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട, ഒരു അരഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം എടുത്താൽ മതി. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇവിടെ നീളത്തിൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ. ഇത് ഇത്തിരി ചനച്ചതാണ്, എന്നാലും പുളിക്ക് അനുസരിച്ചിട്ടാണ് മാങ്ങ ചേർക്കേണ്ടത്. ഇതിനധികം പുളിയില്ലാത്തതുകൊണ്ട് ഈ മാങ്ങ മുഴുവനായിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്, ഒപ്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഈ അരിഞ്ഞതെല്ലാം കൂടിയിട്ട് അതിലേക്ക് ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3.5 വലിയ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഇടാം. പിന്നെ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഈ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആ കറിവേപ്പിലയും പച്ചമുളകും സബോളയും മാങ്ങയും വെളിച്ചെണ്ണയും ചേർന്നിട്ടുള്ളൊരു മണം വരും. അതുവരെ തിരുമ്മണം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രായി മീനാണ്. ഏത് മീനും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതിപ്പം ഞാനിവിടെ 1 കപ്പ് 3-ാം പാൽ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് 2-ാം പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളച്ച് മീനൊക്കെ വെന്ത് വരണം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി അവിടെ വയ്ക്കാം. മൂടി വയ്ക്കണം എന്നൊന്നുമില്ല, വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ മൂടി വയ്ക്കാറില്ല. അപ്പോൾ നമ്മളുടെ മീൻ വേവുന്ന കണക്ക് എന്ന് പറയുന്നത് മാങ്ങ വേവുന്നതിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്. അതായത് മാങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കണ്ടോ, മാങ്ങ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മീനും മാങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് നമ്മൾ ഏകദേശം 3/4 കപ്പോളം 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കണം. ഒപ്പം കറിവേപ്പില ഇടാം. ഇനി എരിവ് കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് അത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി മാങ്ങയിട്ട തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി ഏത് മീൻ വാങ്ങിച്ചാലും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.